ഹലോ, ഇന്നിതാ മറ്റൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇഫ്താറിനും അല്ലാതെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഡ്രിങ്കാണിത്. ഞാനിപ്പോൾ ഇത് ഷമാ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഷമാ വെച്ചിട്ട് നമ്മൾ ജ്യൂസ് ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് അടിച്ച് കുറച്ച് കഴിയുന്ന സമയത്ത് നന്നായിട്ട് കയ്പ്പടിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിനി ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കയ്പ്പൊന്നും ഇല്ലാതെ എത്ര സമയം കഴിഞ്ഞാലും കയ്പ്പടിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇഫ്താറിനും അല്ലാതെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ട് ഒരു മീഡിയം സൈസുള്ള ഒരു ഷമാം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി ഇതിലെ പൾപ്പ് മാത്രം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ 2 പീസ് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലെ പൾപ്പൊക്കെ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ച പൾപ്പുണ്ടല്ലോ അതതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പാലൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് ചൂടാകുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം തന്നെ മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പാലൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ 1/2 കപ്പിനടുത്താണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡിൻ്റെ കൂട്ടുണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കാരണം അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി കസ്റ്റർഡ് ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. ഇത് വെന്ത് വരുന്ന സമയത്ത് ഒന്ന് കുറുകി വരുന്നതാണ്. അപ്പോൾ കസ്റ്റർഡൊക്കെ വെന്ത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അടിച്ചു വെച്ച ഷമാമിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ഷമാമിൻ്റെ ജ്യൂസ് ഇതിൽ കിടന്നിട്ട് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതുവരെ നന്നായിട്ട് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഷമാമിൻ്റെ ജ്യൂസൊക്കെ ഈ കസ്റ്റാർഡിൻ്റെ കൂട്ടിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ തീ ഓഫ് ചെയ്യാണ്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലിരുന്ന് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ സമയത്ത് ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സാഗോ റൈസ്, അതായത് നമ്മുടെ ചവ്വരി ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ചെറിയ ചവ്വരിയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്നത് വലിയ ചവ്വരിയാണ് എന്നുണ്ടെങ്കിൽ അതൊന്ന് സോക്ക് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്തെടുത്തതിന് ശേഷം കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് കൂടെ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ പശയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 ടീസ്പൂണ് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച സാഗോ റൈസ് ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സോക്ക് ചെയ്ത് വെച്ച കസ്കസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചവ്വരിയൊക്കെ കട്ട പിടിച്ചിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് സെർവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നട്ട്സ് വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുപ്പോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഷമാമിൻ്റെ ആ പൾപ്പൊക്കെ എടുത്ത ഭാഗം ഉണ്ടല്ലോ അതിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നത്.
ഇനിയിപ്പോൾ ഇതാ ഇതിൽ കുറച്ച് ചോപ്പ് ചെയ്ത ബദാമും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഈ ഷമാമിൻ്റെ ഡ്രിങ്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കയ്പൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള ഈ ഡ്രിങ്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റുള്ള ഡ്രിങ്കാണ്. വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ള മറ്റു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്